സംസ്ഥാന പോളിടെക്നിക് കലോത്സവം ഇന്ന് മൂന്നാം ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1:30 മണിയോടടുത്തിരിക്കുന്നു. ഈ സമയത്തുള്ള പോയിന്റ് നില വെച്ച് മുന്നിട്ട് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കാണ്. അത് ആ ശ്രീനാരായണ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. എൻ്റെ പേര് അജിത്ത്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ചെയർമാനായിരുന്നു. എൻ്റെ പേര് ശ്രീഹരി, ഇലക്ട്രിക്കൽ തേർഡ് ഇയർ. എൻ്റെ പേര് സ്നേഹാഘോഷി, ഞാൻ ലേഡി വൈസാണ്. എൻ്റെ പേര് മുഹമ്മദ് ഇർഫാൻ, ആർട്സ് ക്ലബ് സെക്രട്ടറി. എൻ്റെ പേര് ഗഗൻ, ഞാൻ കഴിഞ്ഞ വട്ടത്തെ ആർട്സ് ആയിരുന്നു. അപ്പോൾ ഏതൊക്കെ ഐറ്റംസിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? എ ഗ്രേഡ് ഒന്നാം സ്ഥാനം. നിലവിൽ നമുക്ക് ഗ്രൂപ്പ് ഡാൻസ്, പിന്നെ ഒപ്പനയുണ്ട്, എ ഗ്രേഡ് ഉണ്ട്, പിന്നെ ദഫ്മുട്ടുണ്ട്, പിന്നെ വട്ടപ്പാട്ടിൽ നടക്കാൻ പോണ്, പിന്നെ ശാസ്ത്രീയ സംഗീതം, ദേശഭക്തിഗാനം, കാർട്ടൂൺ, പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, പിന്നെ നാടൻ പാട്ടൊക്കെ ഉണ്ട്, കുച്ചിപ്പുടി, ഭരതനാട്യം, റെസിറ്റേഷൻ, മോഹിനിയാട്ടം, ഏകദേശം. എത്ര പോയിന്റുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്? 175 നിലവിൽ 175. അപ്പോൾ 175 പോയിന്റുകളുമായി മുന്നിട്ട് നിൽക്കുമ്പോൾ ഇനിയും ഒരു ദിവസം കടന്നു വരാനുണ്ട്. അതോടുകൂടി മാത്രമേ അന്തിമ ഫലം പറയാനാവുകയുള്ളൂ. എങ്കിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒന്നാം സ്ഥാനം നിലനിർത്താൻ കഴിയുമോ, അല്ല പിടിവിട്ടു പോകുമോ? എന്താണ് നിങ്ങളുടെ ആശങ്കയാണോ അല്ല പ്രതീക്ഷയാണോ? എന്താണ് നിങ്ങളുടെ ഉള്ളത്? കഴിയും, നമുക്ക് ഉറപ്പായിട്ട് കഴിയും. നമ്മൾ ഏകദേശം ഒരു 170 പോയിൻറ്റോളം ആണ് നോക്കുന്നത്. ഇത്രയും പോയിൻ്റ് കഴിഞ്ഞോട്ടം 297 പോയിൻ്റാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അപ്പോൾ ഈ വട്ടം എന്തായാലും 270-280 പോയിൻ്റ് ഇടയ്ക്കായിരിക്കും ഫസ്റ്റ് പോയിൻ്റ് നില വരുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അധ്യാപകരിൽ നിന്നുണ്ടായ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വളരെയധികം സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു നിലയിൽ ഇവിടെ നിൽക്കുന്നത്. ഈ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മളാണ് കപ്പടിക്കുന്നത്. അപ്പം വളരെയധികം സപ്പോർട്ടാണ് പ്രത്യേകിച്ച് പ്രിൻസിപ്പാളിൽ നിന്ന് നമുക്ക് തരുന്നത്. അപ്പം സാഹചര്യം ഇപ്പം നോക്കുകയാണെങ്കിൽ എക്സാം ആയിരുന്നു, ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു വിദ്യാർത്ഥികൾക്ക്. അതെല്ലാം മാറ്റിവെച്ച് നല്ലൊരു എഫേർട്ട് ഇട്ടതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇപ്പം നിലവിലിപ്പം 3-ാം ദിവസമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്നത്. അപ്പം കോളേജിൽ നിന്ന് വളരെയധികം എല്ലാ ടീച്ചർമാരും, പിന്നെ പേരെടുത്ത് പറയാനില്ല, എല്ലാ ടീച്ചർമാരായാലും സാർമാരായാലും വളരെയധികം നല്ല സപ്പോർട്ടാണ്. കണ്ണൂർ വെച്ചിട്ടായാലും ഒട്ടുമിക്ക പകുതിയോളം സാർമാരായാലും ടീച്ചർമാരായാലും ഇപ്പം കണ്ണൂർ പോളിയിലുണ്ട്, ഇവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട്, വിദ്യാർത്ഥികളുടെ കൂടെ ഉണ്ട്. എന്ത് പ്രശ്നത്തിനും അവർ കൂടെ ഉണ്ട്. നൈറ്റായാലും വിദ്യാർത്ഥികളെ റൂമിൽ പോയിട്ട് മാത്രമാണ് അവരെ റൂമിൽ പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. ഇപ്പോൾ സഹപാഠികളിൽ നിന്നും എല്ലാവരും സന്തോഷത്തോടെ വിളിക്കുന്നുണ്ടോ, അന്വേഷിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് അവരിൽ നിന്നുള്ള ആ പോളിടെക്നിക്കിലെ കുട്ടികളിൽ നിന്നുള്ള പ്രതികരണം? പഴയ വിദ്യാർത്ഥികളെല്ലാം വിളിക്കുന്നുണ്ട്. വരാൻ സാധിക്കാത്തവർക്ക് വളരെയധികം സങ്കടമുണ്ട്. വരാൻ പറ്റുന്നവർ ഇന്നുമായിട്ടോടെ എത്തുമെന്നാണ് പറയുന്നത്. അതെന്തായാലും ഇപ്പോൾ ഒന്നാം സ്ഥാനമായാലും 2-ാം സ്ഥാനമായാലും നേടി നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവരിൽ നിന്നും അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണെന്നാണ്. അതെ, കാത്തു നിൽക്കുകയാണ്. അവിടുന്ന് ഏരിയയിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും. കൊല്ലം കുട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് വിദ്യാർത്ഥികൾ ഇവരാണിപ്പോൾ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ഈ സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. 1-ാം സ്ഥാനത്ത് ഇവരാണുള്ളത്. ഈ 1-ാം സ്ഥാനം നിലനിർത്താൻ കഴിയും. നാളെ കിരീടം ഇവരുടെ കൈകളിൽ തന്നെ വന്നു ചേരുമെന്ന തികഞ്ഞ പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. കിരീടവുമായി നാട്ടിലെത്തുന്ന കൊല്ലത്തെത്തുന്ന ഇവരെ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരുമെല്ലാം വളരെ ഹൃദയംഗമമായി സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനവർക്ക് കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.